അവിടെ വെച്ച് സംഭവിച്ചു. ഇടി നടന്നിരുന്ന ആ ക്രോസിലാണ്. ഇവിടെ വരെ വണ്ടി വരച്ചു വന്നത്. ആള് കയറുന്ന തലമുടിയൊക്കെ ആ ക്ലാസ്സിലുണ്ടെന്നേ. കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന് ഫിക്സും വന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ് 2ാം ഘട്ടം പൂർത്തിയായി HMT മുതൽ NAD വരെ പൂർത്തിയായ ഭാഗത്താണ്. എന്നാൽ ഈ റോഡിൻ്റെ പ്രവേശന സ്ഥലമോ ഇത് അവസാനിക്കുന്ന സ്ഥലമോ ഇതുവരെ ഒരു തീരുമാനമാകാതെ ഈ റോഡ് പൂർത്തിയായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3-4 വർഷങ്ങളായി. സ്ഥിരമായി ഇപ്പോൾ ഈ വഴിയിൽ മത്സര ഓട്ടക്കാരുടെ ഒരു വഴിയായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്കും മറ്റ് അയൽ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും വൈകുന്നേരങ്ങളിൽ കുടുംബവുമായി ഒരു റിലാക്സേഷന് പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ റോട്ടിലുള്ളത്. എന്നാൽ മത്സര ഓട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പുറമേ നിന്ന് ധാരാളം 2 വീലറുകളും കാറുകളും ഈ റോട്ടിൽ മത്സര ഓട്ടം നടത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. അവരാണ് ഈ റോട്ടിൽ കൃത്യമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഈ റോഡ് ടാറിങ് കഴിഞ്ഞതിന് ശേഷം നിരവധി അപകടങ്ങളായി നടക്കുന്നു. ഈ പ്രദേശത്തുള്ള ആളുകളുടെ വളർത്തു മൃഗങ്ങളെ ഇടിച്ചതും ഈ പ്രദേശത്തു കൂടി പാസ് ചെയ്തു പോകുന്ന പ്രദേശവാസികളായ ആളുകളെ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ്. ഒരു വാഹന അപകടമുണ്ടായാൽ ഈ അപകടം സൃഷ്ടിച്ച ആളുകൾ ഒഴിഞ്ഞു മാറുകയും ഈ പ്രദേശത്തുള്ള ആളുകൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ബാക്കി തുടർ നടപടികൾ എടുക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കൃത്യമായ രീതിയിൽ ഈ മത്സരോട്ടം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യമായ രീതിയിൽ ഒരു നടപടി എടുത്തില്ല എങ്കിൽ ഇനി ജനകീയമായി ഈ മത്സര ഓട്ടക്കാരെ നിയന്ത്രിക്കാൻ നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങൾ നിർബന്ധിതരാകും. പല സർക്കാർ അധികാരികളെയും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നടക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെയും മത്സര ഓട്ട സംഘങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഈ പ്രദേശത്തുള്ള അലി എന്ന് പറയുന്നൊരു സഹോദരൻ അവൻ്റെ കൊച്ചിനെയുമായി സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് 2 കാറുകൾ അമിത വേഗത്തിൽ വരികയും അതിലൊരു കാറ് ഈ ബൈക്കിലിടിക്കുകയും ചെയ്തു. അവർ ഗുരുതര പരിക്കുകൾ പറ്റി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇനി ഈ നിലക്ക് ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ ഈ നാട്ടുകാരെന്നുള്ള നിലക്ക് ഞങ്ങൾ അനുവദിക്കില്ല. ഏത് തരത്തിലും അതിനെ ചെറുക്കേണ്ട ആവശ്യം ഈ നാട്ടിലെ ജനങ്ങളുടേതായതുകൊണ്ട് ഞങ്ങൾ അതിനുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അധികാരികൾ ഇടപെട്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ കർശനമായ രീതിയിൽ നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമാധാനപരമായി ഇരിക്കുന്ന ആളുകൾക്കോ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ധാരാളം കപ്പിൾസ്, ഫാമിലി എല്ലാവർക്കും വരാനും ഇത് ആസ്വദിക്കാനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും ഉള്ള സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു നല്ല അന്തരീക്ഷത്തെ തകർക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്.